ഹലോ ഹായ് എവ്രി വൺ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രിവാൻഡ്രം ടു മുംബൈ എക്സ്പെഡീഷൻ സീരീസ് ഡേ 4, അതായത് മൈസൂർ ടു ഉടുപ്പി വ്ലോഗാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു 7 മണി സമയമാണ്. നിങ്ങൾക്ക് റോഡ് കാണുമ്പോൾ മനസ്സിലാവും തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഉടനെ തന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഹോട്ടലൊക്കെ വെക്കേറ്റ് ചെയ്ത് നേരെ മൈസൂർ പാലസിലേക്ക് പോവുകയാണ്. നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമുക്ക് ലാസ്റ്റ് നൈറ്റ് മൈസൂർ പാലസിന്റെ ലൈറ്റ് ഷോ കാര്യങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് അകത്തേക്ക് അവർ കടത്തിയും വിടുന്നുണ്ടായിരുന്നില്ല. അപ്പം അത് കാരണം നമ്മൾ നെക്സ്റ്റ് ഡേ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ പോവാണ്. ഇതിപ്പോൾ ഒരു 8 മണി സമയമാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ മൈസൂർ പാലസ് റോഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന്. ഇവർ നല്ല വൃത്തിയായിട്ട് ഈ മൈസൂർ പാലസ് ഏരിയ നല്ലതായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കിങ്ങനെ വൃത്തിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്കത് നല്ല ഇഷ്ടമായി. അങ്ങനെ നമ്മളിപ്പോൾ മൈസൂർ പാലസ് എത്തിയിട്ടുണ്ട്. എൻട്രിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി തിരക്കിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് എൻട്രി സ്റ്റാർട്ട് ആവുന്നത് 9:30 to 10 ആ ടൈമിലാണെന്ന്. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയത് 2 ഏർലിയാണ്. 8 മണി സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി പാലസിൻ്റെ ഉള്ളിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ അറൌണ്ട് 1.5 hour to 2 hours നമ്മൾ വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഉള്ളിൽ കയറാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന ആ ടൈം നമുക്ക് ഉടുപ്പിയിലെത്താനായിട്ട് അത്രയും താമസം ഉണ്ടാക്കും. അത് കാരണം ഞങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചു, മൈസൂർ പാലസ് തൽക്കാലം ഇപ്പം കാണണ്ട, അതിന് പകരം നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഉടുപ്പിയിലെത്താൻ അത്രയും വൈകും. അങ്ങനെ ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. മൈസൂർ പാലസ് കാണണം എന്നുള്ള പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് വണ്ടി ഒന്ന് സൈഡാക്കിയായിരുന്നു. ഈ കാണുന്ന വന്ദന റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത്. നല്ല ഫുഡായിരുന്നു, സർവീസൊക്കെ നല്ലതായിരുന്നു. എനിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടു, ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പെട്രോൾ അടിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റാഫ്സ് ഞങ്ങളെ ചെറുതായിട്ടൊന്ന് പറ്റിക്കാനായിട്ട് ശ്രമിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. വില്ലിക്കേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് HP പെട്രോൾ പമ്പിലാണ് നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട് കയറിയത്. ഫുൾ ടാങ്ക് അടിക്കാനായിട്ടാണ് ഹരി പറഞ്ഞത്. അപ്പോൾ ആ പയ്യൻ എന്തോ ചെയ്തെന്ന് വെച്ചാൽ 210 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. ഹരി പറഞ്ഞു നിങ്ങൾക്ക് തെറ്റ് പറ്റി, ഫുൾ ടാങ്ക് അടിക്കാനാണ് ഞാൻ പറഞ്ഞത്, ഫുൾ ടാങ്ക് അടിക്കുമെന്ന് പറഞ്ഞു. ഈ ഗ്യാപ്പിൽ വേറൊരു സ്റ്റാഫ് കറങ്ങി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടെ എൻ്റെ അടുത്ത് വന്നിട്ട് മാഡം പേയ്മെൻറ്റ് എങ്ങനെയാണ്, GPay ആണോ, കാർഡാണോ, ക്യാഷ് ആണോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഞങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചു. ഹരിക്ക് ഇതൊക്കെ മനസ്സിലായിട്ട് മൈൻഡ് പോലും ചെയ്യാതെ ഹരി മറ്റേ പയ്യനെടുത്ത് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, 210 രൂപയിൽ നിന്ന് കണ്ടിന്യൂ ചെയ്ത് ഫുൾ ടാങ്കിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ പയ്യൻ ഫുൾ ടാങ്ക് അടിച്ചു തന്നു കേട്ടോ. എന്നിട്ട് ബില്ല് വന്നപ്പോഴാണ് ബഹുരസം. ബില്ല് അവൻ തന്നത് 210 രൂപ പ്ലസ് ഫുൾ ടാങ്കിന്റെ എമൗണ്ട് ഇട്ട് തന്നു. സംഭവം അവിടുത്തെ സ്റ്റാഫ് വിചാരിച്ച് ഞങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു ബില്ല് എക്സ്ട്രാ പൈസ ഇട്ട് തന്നതാണ്. അപ്പോൾ ഹരി ഇത് ക്രോസ് ചെക്ക് ചെയ്ത് എന്നിട്ട് ഹരി പറഞ്ഞു ഈ ബില്ല് എങ്ങനെ വരും, എക്സ്ട്രാ പേയ്മെന്റ് എങ്ങനെ വന്നു, ഞങ്ങൾ 210 കണ്ടിന്യൂ ചെയ്തല്ലേ നിങ്ങളിപ്പോൾ ഫുൾ ടാങ്കിൽ എത്തിച്ചേക്കുന്നത്, പിന്നെ എന്തിനാണ് ഇത്ര കൂട്ടി പൈസ ഇട്ടേക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ ആദ്യം സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ ഹരി പറഞ്ഞു ഇതാ ഇവള് വീഡിയോ എടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ കയ്യിൽ പ്രൂഫ് ഉണ്ട് എന്ന് പറഞ്ഞപ്പം ഇവർക്ക് മനസ്സിലായി പണി പാളിന്ന് മനസ്സിലായി. അങ്ങനെ ഇവർ ഉടനെ പ്ലേറ്റ് മാറ്റി. എന്നിട്ട് പറഞ്ഞു അയ്യോ സാർ സോറി, ശ്രദ്ധിച്ചില്ല, അവരുടെ കയ്യിൽ നിന്ന് അറിയാതെ പറ്റിപ്പോയ തെറ്റാണെന്നൊക്കെ പറഞ്ഞ് ബില്ല് കറക്റ്റ് ചെയ്ത് തന്നു. പക്ഷെ എന്നിട്ടും 20 രൂപ കൂടുതലായിരുന്നു. പക്ഷെ 20 രൂപയ്ക്ക് വേണ്ടി ഞങ്ങൾ തർക്കിക്കാൻ നിന്നിട്ടില്ല. പക്ഷെ ആദ്യം തന്ന ബില്ലിൽ നിന്ന് ഫാർ ബെറ്റർ ആയിരുന്നു രണ്ടാമത്തെ ബില്ല്. അത് നല്ലൊരു എമൗണ്ടാണ് കേട്ടോ അവർ അടിച്ചത്. ഞങ്ങളെ പറ്റിക്കാനായിട്ട് ശ്രമിച്ചത് തന്നെയാണ്. അപ്പോൾ ആരെങ്കിലും ഈ ഒരു വഴി കൂടെ ഇനി സഞ്ചരിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. പെട്രോൾ അടിക്കാൻ നേരം നിങ്ങൾ വീഡിയോ മസ്റ്റായിട്ട് എടുക്കണം. കാരണം ഇവർ നമ്മളെ കൺഫ്യൂസ് ചെയ്ത് പറ്റിക്കാനായിട്ട് ശ്രമിക്കും. ഇതിനുശേഷം ഏതൊക്കെ പെട്രോൾ പമ്പിൽ കയറിയിട്ടുണ്ടോ ഞാൻ പെട്രോൾ അടിക്കുന്നതിൻ്റെ വീഡിയോ മസ്റ്റായിട്ട് എടുത്ത് വെക്കാറുണ്ട്. കാരണം നമുക്ക് ഒരു അനുഭവം കിട്ടുമ്പോഴാണല്ലോ നമ്മൾ പഠിക്കുക.
ഇന്നത്തെ ദിവസത്തിൽ ഫുൾ ഡ്രൈവ് മാത്രമേ ഉള്ളൂ. കാണാനായിട്ട് വേറെ എങ്ങും നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ട്രിവാൻഡ്രം ടു മുംബൈ യാത്രയിലെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്തിരിക്കുന്നത്, അതായത് 310 കിലോമീറ്ററോളം കവർ ചെയ്തത് നമ്മൾ ഇന്നത്തെ ദിവസമാണ്. ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ ഹരി എന്നോട് പറയുമായിരുന്നു, ഹരിക്ക് ഇതുവരെ ട്രാവൽ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റോഡ് എന്ന് പറയുന്നത് മൈസൂർ ടു മംഗലാപുരം റോഡാണ്. ബൈക്ക് ഓടിക്കാനായിട്ട് അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ലൈഫിൽ 1 ടൈമെങ്കിലും ഈ ഒരു റോഡിൽ കൂടെ ബൈക്ക് ഓടിച്ച് നോക്കണം. അത്രത്തോളം എൻഗേജിങ് ആൻഡ് ഫൺ ടു റൈഡ് റോഡാണെന്നാണ് പുള്ളിക്കാരൻ്റെ വാദം. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയൂ. മുന്നിലേക്ക് ചെന്നപ്പോൾ ഒരു ലോറി ആക്സിഡന്റ് ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. റോഡ് ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. ഇവർ അപ്പുറത്തേക്ക് കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. നല്ല വെയിലുള്ള സമയമായിരുന്നു. ഞങ്ങൾക്ക് അവിടെ നിൽക്കേണ്ടി വന്നു കുറച്ച് നേരം. ഒരു ഹാഫ് ആൻ അവറിൽ കൂടുതൽ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നീട് അവർ സൈഡിലേക്ക് ഒരു ഇച്ചിരി വരി തന്നു, ടൂ വീലേഴ്സിന് പോകാൻ കണക്കിന്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മുന്നിലേക്ക് പോയി. ലഞ്ച് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോട്ടൽ ന്യൂ ശ്രീ ദുർഗയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ചേട്ടന് മലയാളം അറിയാം. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെ ചേട്ടന് മലയാളം അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പയ്യന്നൂരാണെന്ന് തോന്നുന്നു. ചേട്ടൻ പറഞ്ഞ സ്ഥലം എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ്. അവിടെ ജോലിക്ക് നിന്നിട്ടുണ്ടായിരുന്നു, അത് കാരണം മലയാളം നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു. നല്ല സ്നേഹമുള്ള ചേട്ടനായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് ഭക്ഷണം എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബീഫും നെയ്ച്ചോറും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് സ്നേഹത്തിൽ എനിക്ക് പറഞ്ഞു തന്നു, മോളെ കർണാടകയിൽ ബീഫ് ബാൻഡാണ്, എവിടെയും പോയി ചോദിച്ചേക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് കർണാടകയിലും ബീഫ് ബാൻഡാണെന്നുള്ള കാര്യം. പിന്നെ അതിനുശേഷം ഞാൻ ബീഫ് എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ടയറിൽ എയർ കുറവായിരുന്നു. അത് കാരണം നല്ലൊരു വർക്ക്ഷോപ്പ് നോക്കി നമ്മൾ എയർ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എയർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എയറൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഞങ്ങൾ പിന്നെയും മുന്നിലേക്ക് പോകാൻ പോവുകയാണ്. പോകുന്ന വഴിക്ക് നന്നായിട്ട് മഴ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടി ഒന്ന് സൈഡ് ആക്കാനായിട്ട് പോവാ. റെയിൻകോട്ട് ഇടണം അതിന് വേണ്ടിയിട്ട്. നന്നായിട്ട് മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മംഗലാപുരത്തേക്ക് പോകാനായിട്ട് പുതിയതായിട്ട് വീതി കൂട്ടിയ NH കൂടെയാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ മംഗലാപുരം അടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളുള്ള സ്ഥലത്തിന്റെ പേരാണ് തുമ്പെ. ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ മംഗലാപുരത്തോട്ട് എത്തും. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഉടുപ്പി ടോള്. ഇവിടുന്ന് ഉടുപ്പിയിലോട്ട് വലിയ ദൂരമില്ല. നമ്മൾ നേരെ ഇവിടുന്ന് മാൽപ്പി ബീച്ച് ഏരിയയിലോട്ടാണ് പോകുന്നത്.
മാൽപ്പെ എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് ഹോട്ടൽസ് അവൈലബിൾ അല്ല, ഹോം സ്റ്റേസ് ആണ് കൂടുതലുള്ളത്. അപ്പം നമ്മൾ 2 ഹോം സ്റ്റേസ് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ബെസ്റ്റ് എന്ന് തോന്നിയത് ഒരു ഹോം സ്റ്റേയിൽ നമ്മൾ വിളിച്ചിട്ട് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിരഥ എന്നാണ് ഹോം സ്റ്റേയുടെ പേര്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നേരെ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് അതിരഥ. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. റൂമിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് മിസ്സായിപ്പോയി. പക്ഷെ ഫോട്ടോ ലാസ്റ്റ് അറ്റാച്ച് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.